ഹജ്ജ് മാസം ആരംഭിക്കാനിരിക്കുന്നതോടെ മക്കയിൽ കർശന പരിശോധനയുമായി അധികൃതർ. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവർക്കെതിരെയാണ് നടപടി. നിയമപരമല്ലാതെ മക്കയിൽ തുടരുന്ന നിരവധി പേരെയാണ് ഇതിനകം പിടികൂടിയത്. ഹജ്ജ് പെർമിറ്റ്, മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രം, മക്ക ഇക്കാമയിലുള്ളവർ എന്നിവർക്ക് മാത്രമാണ് മക്കയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു. ഉംറ തീർത്ഥാടകർ ജൂൺ 6 മുൻപ് രാജ്യം വിടണമെന്നാണ് അറിയിപ്പ്. വിസിറ്റ് വിസയിലുള്ളവർക്കും മക്കയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകൾ മക്കയിൽ തുടരരുതെന്നും നിർദ്ദേശമുണ്ട്. മക്ക ബോർഡറുകളിലും പ്രധാന പാതകളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരിശോധന കർശനമായതോടെ മക്കയിൽ വിസിറ്റ് വിസയിലുള്ള കുടുംബങ്ങൾ ആശങ്കയിലാണ്. നാട്ടിലേക്ക് പോവാനോ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത്. വിസിറ്റ് വിസയിലെത്തി ഹജ്ജ് സേവനങ്ങളിൽ പങ്കാളിയാവുന്നവർക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. അനധികൃത ഹജ്ജ് സ്വീകാര്യമല്ലെന്ന ബോർഡുകളും മക്കയിൽ വ്യാപകമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിടികൂടുന്നവരെ നാട് കടത്തുകയും പിഴ ചുമത്തുമെന്നും നേരത്തെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീഡിയ 1 മക്ക.